മഹാരാഷ്ട്രയിൽ നിന്ന് ഞെട്ടിക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മഹാരാഷ്ട്രയിൽ കാണാതായത് 1,17,000-ലേറെ സ്ത്രീകളെ എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഇത് പറഞ്ഞിരിക്കുന്നത് മറ്റാരുമല്ല, മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള ദേവേന്ദ്ര ഫട്നാവിസ് തന്നെയാണ് ഈ കാര്യങ്ങൾ നിയമസഭയിൽ രേഖാമൂലം പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോഴിതാ 2024-ലും 2025-ലും 2 വർഷം മഹാരാഷ്ട്രയിൽ കാണാതായത് ആകെ 1,17,369 സ്ത്രീകളെ മാത്രമാണ് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഇവരിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുമുണ്ട്. എന്നാൽ ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവരിൽ 86,228 പേരെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. 31,141 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. സംസ്ഥാന നിയമസഭയിൽ ഒരു ചോദ്യത്തിന് രേഖാമൂലം നൽകിയ മറുപടിയിലാണ് മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായിട്ടുള്ള ദേവേന്ദ്ര ഫട്നാവിസ് ഈ വിവരം അറിയിച്ചത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. സർക്കാർ കണക്കുകൾ പ്രകാരം 2 വർഷത്തെ കാലയളവിൽ 93,940 സ്ത്രീകളെ കാണാതായതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അതിൽ 67,458 പേരെ കണ്ടെത്തി. അതേസമയം 23,429 പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെയാണ് കാണാതായിരിക്കുന്നത്. അതിൽ 18,770 പേരെ അവരുടെ കുടുംബങ്ങളുമായി വീണ്ടും ഒന്നിപ്പിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. 98% പ്രായപൂർത്തിയാകാത്തവരെയും മുംബൈയിൽ കണ്ടെത്തി. പ്രധാന നഗര കേന്ദ്രങ്ങളിൽ വീണ്ടെടുക്കൽ നിരക്ക് ഗണ്യമായി കൂടുതലായിരുന്നു. മുംബൈ നഗരത്തിൽ കാണാതായ 4,515 പ്രായപൂർത്തിയാകാത്തവരിൽ 4,455 പേരെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. നവി മുംബൈയിൽ കഴിഞ്ഞ 2 വർഷത്തിനിടെ 313 ആൺകുട്ടികളെയും 627 പെൺകുട്ടികളെയും കാണാതായി, പക്ഷെ അവരെ പിന്നെ തിരിച്ച് കണ്ടെത്തി എന്നുള്ള റിപ്പോർട്ടുകളുമുണ്ട്. കാണാതായവരെയും ചൂഷണം ചെയ്യപ്പെട്ടവരെയും കണ്ടെത്തുന്നതിനുള്ള പ്രത്യേക നീക്കമായ ഓപ്പറേഷൻ മുസ്കാന്റെ കീഴിലാണ് ഇത് നടക്കുന്നത്. 2015 ജൂലൈ മുതൽ 2024 ഡിസംബർ വരെ 13 ഘട്ടങ്ങളായി 41,000-ലധികം കുട്ടികളെ രക്ഷപ്പെടുത്തിയതായി മുഖ്യമന്ത്രി സഭയെ അറിയിച്ചു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ജനുവരി 20-ന് ആരംഭിച്ച് 2026 ഫെബ്രുവരി 20 വരെ തുടരുന്ന 14-ാം ഘട്ട അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇതുവരെ 1,401 കുട്ടികളെ രക്ഷപ്പെടുത്തി എന്നുള്ള റിപ്പോർട്ടുകളാണ് ലഭിക്കുന്നത്. സംസ്ഥാനത്തെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പ്രത്യേക മിസ്സിംഗ് സെല്ലുകൾ സ്ഥാപിച്ചിട്ടുണ്ട് എന്നാണ് മുഖ്യമന്ത്രിയായിട്ടുള്ള ദേവേന്ദ്ര ഫട്നാവിസ് പറഞ്ഞിരിക്കുന്നത്. സ്ത്രീ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനും മനുഷ്യക്കടത്ത് തടയുന്നതിനുമായി അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ADG റാങ്കിലുള്ള ഒരു IPS ഉദ്യോഗസ്ഥനെ മേൽനോട്ട ചുമതല നൽകിയിട്ടുണ്ട്. ഓരോ 2 മാസത്തിലും കേസുകളുടെ ആനുകാലിക അവലോകന യോഗങ്ങൾ നടത്തുന്നുവെന്നാണ് മുഖ്യമന്ത്രിയായിട്ടുള്ള ദേവേന്ദ്ര ഫട്നാവിസ് പറയുന്നത്. കാണാതായ സ്ത്രീകളെയും കുട്ടികളെയും കണ്ടെത്തുന്നത് ഒരു മുൻഗണനയായി തുടരുമെന്നും തിരച്ചിൽ പ്രവർത്തനങ്ങൾ തടസ്സമില്ലാതെ തുടരുമെന്നും സംസ്ഥാന സർക്കാർ ഇപ്പോൾ ആവർത്തിച്ച് പറയുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.